വാഴ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴത്തേക്കായിരിക്കും വരിക? വാഴ 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ബ്രേക്ക് ആയി, മഴയായോണ്ട്. ഇനി ഇപ്പഴാണെന്ന് അറിയില്ല, നമ്മളെ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ചോദിച്ചാൽ വാഴയിലുണ്ടോ? വാഴ 2 സന്തോഷായി. നവചേട്ടല്ലേ? നവചേട്ടനല്ലേ? കഥയിൽ ട്വിസ്റ്റ് ഇതൊക്കെ സർപ്രൈസ് പറഞ്ഞു. വാഴ ചൂടി നിങ്ങളില്ല? അതൊന്നല്ല, അല്ല ഉണ്ടെന്നാണ് ഇതുവരെ. പക്ഷെ അതിനകത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. എനിക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു സിനിമയാണെന്ന് എനിക്കറിയാം. നല്ല രസമുള്ള സിനിമയായിരിക്കും. ആൻഡ് എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്? നോബിച്ചേട്ടനെ എപ്പോഴും കൂടെ ഇരിക്കുമ്പോ കൗണ്ടർ അടിക്കുക, തമാശ പറയാ. നിങ്ങളൊപ്പം കൂടാത്തോണ്ട് നോബിച്ചേട്ടനായിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ എനിക്കൊന്ന് ഓഫ് സ്ക്രീനിൽ രണ്ടുപേരും നന്നായിട്ട് തങ്കടിക്കുന്ന ആൾക്കാരല്ലേ? ഈ ഇന്റർവ്യൂവിന് വരാതെ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അസീസിക്ക് ഉച്ചക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പൊ അസീസിക്ക് ഉച്ചക്ക് പോവാ. അസീസ് പോണെന്ന് പറയുകയും ചെയ്യും, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് പാലക്കാട് വന്ന് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. അങ്ങനെ അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പം അപ്പൊ ശരിയെന്ന് പറഞ്ഞ എഴുന്നേറ്റ്. അപ്പൊ ഞാൻ ബൈച്ചാണ്ട് ചെയ്ത് പറഞ്ഞു, ഇവിടെ പാലക്കാട് പോവാ, ഇനിയും വരത്തില്ല. എന്റെ ഇവിടുന്ന് പോയിട്ടില്ല. പ്രിൻസിപ്പൾ പോലെയല്ലേ, മറ്റേ സ്കൂളിലെ പ്രിൻസിപ്പൾ. അതിന് ബൈച്ചന്റെ ചെറുതായിട്ട് പറയാം പ്ലാനുണ്ട്. അല്ലെങ്കിൽ ഇത് മൊത്തം ഞങ്ങളുടെ തല്ലോട്ട് വരും. അവസാനം ആരും കാണത്തില്ല, ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടില്ല. ഈ വൈദ്യുതി ചേട്ടൻ ഇരിക്കുന്ന സമയത്ത് കുറച്ചേരം ചോദിച്ച കഥ മുഴുവൻ പറയും. അത് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ഇപ്പൊ നേരത്തെ രണ്ടുപേരുന്ന ആൾക്കാർ നിങ്ങൾ ഇത്രയും ഫേമസ് ആണോ എന്നാ ചോദിച്ചത്. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ഇത്ര വലിയ ആളുകളാണോ എന്നൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ഇത്രയും ചെറുപ്പം മുതലേ സിനിമയിലുള്ള ഒരാളാണ്. ഓഫ് സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ കൗണ്ടേഴ്സ് പറയുന്ന ആളാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനേ പേടിയാ, തിരിച്ചെന്താ പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. കൗണ്ടേഴ്സ് കിട്ടിയിട്ടുണ്ടോ? ഈ വകുപ്പ് ഇപ്പൊ കിട്ടത്തില്ല. ഇപ്പുറത്തോടെ ചെന്ന ചിലപ്പോ തിരിച്ചടിക്കാൻ പറ്റും. ആസിസിക്ക് പറഞ്ഞു എന്നെ ഒന്നും പറയത്തില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിനകത്ത് കയറി അന്ന് ആ ഇന്റർവ്യൂവിനകത്ത് ആസിസിക്ക് എടുത്തിട്ട് കൊടയുന്നു. അപ്പൊ നമ്മുടെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി പോവാണ്. രണ്ട് ടീമിനോട് സംസാരിക്കുമ്പോൾ സിനിമ ഗംഭീര ഒരു സിനിമയാണെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്.